കാര്യം നമുക്ക് ആവർത്തിച്ച് പറയേണ്ടി വരുന്ന ഒരു ഗതികേടുണ്ട്. മാധ്യമങ്ങളെ കണ്ടുകൊള്ളൂ, കല്ലുവെച്ച നുണ പറയാതിരിക്കാനായി കാണൂ. ഇനി നിങ്ങൾ ഇതേ നുണപ്രചാരണം തുടങ്ങിയാലും അതിന്റെ ആയുസ് നിങ്ങൾ ഇന്ന് കണ്ടല്ലോ വി ഡി സതീശ. അതിനെ അടുത്ത മാധ്യമ സമ്മേളനത്തിൽ ഇരിക്കുമ്പോൾ ഓർക്കുന്നത് നല്ലത്. ഒറ്റയാളില്ലല്ലോ നമ്മുടെ ആരും, എല്ലാം ഇതര സംസ്ഥാനങ്ങളിൽ വരുന്ന ജീവനക്കാരാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ ഗൈസ്. മലയാളികൾ ഗൾഫിലെ സമ്പത്ത് മുഴുവൻ നാട്ടിലേക്ക് കടത്തുകയാണെന്നൊരു അറബി പറഞ്ഞാൽ, അല്ലെങ്കിൽ മലയാളികളായ നഴ്സുമാർ അടക്കമുള്ളവർ ബ്രിട്ടന്റെ പണം മൊത്തം നാട്ടിലേക്ക് അയക്കുകയാണെന്ന് ഒരു ബ്രിട്ടീഷ് പൗരൻ പറഞ്ഞാൽ നമ്മൾ മലയാളികൾക്ക് അത് അംഗീകരിക്കാൻ സാധിക്കും. അതേ വിഷം നിറഞ്ഞ പ്രസ്താവനയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ വി ഡി സതീശൻ നിയമസഭയ്ക്കകത്ത് പറഞ്ഞത്. BJP നേതാവിന്റെ ഭാഷയിലുള്ള ഈ വിഷം തുപ്പിയ കേരളത്തിന്റെ മുഖ്യന് കൃത്യമായൊരു മറുപടി ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിന്റെ മുൻ പേജിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. കേരളത്തിലെ അതിഥി തൊഴിലാളികൾ ഒരു വർഷം കേരളത്തിൽ ചെലവാക്കുന്നത് ഒന്നും രണ്ടുമല്ല, 26,000 കോടി രൂപയാണ്. അതും അവരുടെ മൊത്തം വരുമാനത്തിന്റെ 1/3 അവർ കേരളത്തിൽ തന്നെ ചെലവാക്കുന്നു എന്നാണ് കേരളത്തിലെ അതിഥി തൊഴിലാളി മേഖലയിൽ പ്രവർത്തിക്കുന്ന സംഘടനയായ സെന്റർ ഫോർ മൈഗ്രേഷൻ ആൻഡ് ഇൻക്ലൂസീവ് ഡെവലപ്മെന്റിന്റെ കണക്കുകൾ ഉദ്ധരിച്ച് ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് എന്ന ഇംഗ്ലീഷ് ദിനപത്രം റിപ്പോർട്ട് ചെയ്യുന്നു. ഇനി അദാനിയുടെ കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിക്ക് അറിയാത്തൊരു പ്രധാനപ്പെട്ട വസ്തുത വേഗത്തിൽ പറയാം. കേരളത്തിൽ അതിഥി തൊഴിലാളികളുടെ മക്കൾ ഭൂരിപക്ഷം പഠിക്കുന്ന നിരവധി സ്കൂളുകളും, ഒരുപക്ഷെ ഈ കുട്ടികൾ കൂടി ഇല്ലെങ്കിൽ പല സ്കൂളുകളും അടച്ചുപൂട്ടലിന്റെ വക്കിൽ പോലും എത്തും എന്നതാണ് സത്യം. 24,000-ലേറെ അതിഥി തൊഴിലാളികളുടെ കുട്ടികൾ 2025 കണക്കനുസരിച്ച് നമ്മുടെ കേരളത്തിലെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ പഠിക്കുന്നു. ഇതൊന്നും വിഷം തുപ്പുന്ന പുതിയ അരസംഖി മുഖ്യൻ ചിലപ്പോൾ അറിഞ്ഞു കാണും. അന്യസംസ്ഥാന തൊഴിലാളികൾ എന്ന പ്രയോഗം തന്നെ അവസാനിപ്പിച്ച് അതിഥി തൊഴിലാളി എന്ന വാക്ക് കൊണ്ടുവരികയും ആ തൊഴിലാളികളുടെ മക്കളുടെ വിദ്യാഭ്യാസം പോലും പ്രാഥമിക പരിഗണനയായി കണ്ടിരുന്ന ഒരു സർക്കാരും മുഖ്യമന്ത്രിയും കേരളത്തിലുണ്ടായിരുന്നു. കേരളവും ഇന്ത്യയുടെ ഭാഗമാണെന്നും ഈ അതിഥി തൊഴിലാളികളും നമ്മുടെ സഹോദരങ്ങളാണെന്നും വിശ്വസിച്ചിരുന്ന ഒരു ഇടതുപക്ഷ സർക്കാർ ഈ നാട് ഒരിക്കൽ ഭരിച്ചിരുന്നു. എന്തായാലും അതിഥി തൊഴിലാളികൾ കൊണ്ടുപോകുന്ന പണത്തിന്റെ കാര്യത്തിൽ വല്ലാത്ത ആശങ്കയുള്ള കേരളത്തിന്റെ മുഖ്യന് പക്ഷെ അദാനി വിഴിഞ്ഞത്തിൽ നടത്തുന്ന ഓഹരി കൈമാറ്റ കൊള്ളയിലോ ബെക്കാഡി കമ്പനി വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവിലൂടെ ഉണ്ടാക്കാൻ പോകുന്ന കൊള്ളയെ പറ്റിയോ ഒരല്പം പോലും ആശങ്കയില്ല എന്ന് ഓർക്കുമ്പോഴാണ് ഒരു സമാധാനം. നമ്മുടെ കേരളത്തിന്റെ യശസ് ഈ പുതിയ പൂക്കി മുഖ്യൻ ലോകത്തിന്റെ നെറുകയിൽ തന്നെ എത്തിക്കും എന്ന കാര്യം ഏതാണ്ട് ഉറപ്പായി. എന്തായാലും മലയാളികളുടെ ടൈം നല്ല ബെസ്റ്റ്. ഇവളണിയും പൊന്നല്ലേ, കനവുണരും ദിനമല്ലേ, മൊഞ്ചത്തി പെണ്ണിൻ നിൻ മനം, പെണ്ണഴകിനു മിഴിവേകി എന്നെന്നും നിന്നില്ലേ, മാറ്റേറും പൊന്നിൻ താരമേ. City Gold and Diamonds, Kerala and Karnataka, the glow of purity. വീടായാലും ഇൻഡസ്ട്രിയലായാലും ബിസിനസ്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ മതപരമായ സ്ഥാപനങ്ങളോ ആണെങ്കിലും വയറിംഗ് വർക്കുകൾ, HT, LT കണക്ഷൻ എന്നിവയ്ക്ക് ഗവൺമെന്റ് ലൈസൻസ്ഡ് ഇലക്ട്രിക്കൽ കോൺട്രാക്ടറായ പള്ളങ്ങോട് ഇലക്ട്രിക്കൽ വർക്സിനെ തന്നെ ഏൽപ്പിക്കണം. പണി കമ്മിറ്റ് ചെയ്ത സമയത്ത് തന്നെ തീർത്തു തരും. കൂടാതെ നിങ്ങളുടെ സ്ഥാപനത്തിൽ അനുമതിയില്ലാതെ ജനറേറ്റർ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ പള്ളങ്ങോട് ഇലക്ട്രിക്കൽ വർക്സിനെ ഏൽപ്പിച്ചോളൂ. എല്ലാവിധ പേപ്പർ വർക്കുകൾ സഹിതം ഉത്തരവാദിത്തത്തോടെ തന്നെ വർക്ക് പൂർത്തിയാക്കാം. കോൺടാക്ട് ചെയ്യൂ 9496 200 200 9497 500 600. മറിയം ബോഡി ലോഷന് വെല്ലുന്നൊരു ലോഷൻ നമ്മുടെ കയ്യിലെത്തിയിട്ടുണ്ട്. അൽ ഫലാജ് പെർഫ്യൂം ഇൻഡസ്ട്രി എന്നുള്ള ബ്രാൻഡിന്റെ മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോഡി ലോഷൻ ആണ്. ഇതിന്റെ ബോക്സും കാര്യങ്ങളൊക്കെ ഇതാ ഈ രൂപത്തിലാണ്. നല്ലൊരു ഗിഫ്റ്റിംഗ് പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ലൊരു മുസ്കാൻ എന്ന അറബിയിൽ കാലിഗ്രഫിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രസന്റേഷൻ കേട്ടോ. ജസ്റ്റ് ഓപ്പൺ ചെയ്തുതരാം. ഈ രൂപത്തിലായിരിക്കും ഇതിന്റെ ഓപ്പണിങ്ങും പ്രസന്റേഷനും വരുന്നത്. ഇതാണ് മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ബോഡി ലോഷൻ. എന്റെ മോനെ ഇതിന്റെ സ്മെല്ല് സ്നിഫ് ചെയ്യുന്ന വേണം, വേറെ ലെവൽ സ്മെല്ല്. കാരണം മറിയം ബോഡി ലോഷൻ വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡി ലോഷൻ ആയിരുന്നു. പക്ഷേ മുസ്കാൻ കിട്ടിയതിന് ശേഷം മറിയം ബോഡി ലോഷൻ ഒന്നുമല്ല ചെയ്യുന്ന ഓൾമോസ്റ്റ് ഒരു 99.9% പേരും ഈ ഒരു ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടും. കാരണം നല്ലൊരു സ്വീറ്റ്
സ്വീറ്റ് ആയിട്ടുള്ള ഫ്ലോറൽ, ഫ്രൂട്ടി, വനില, ക്രീമി, കാൻഡി, മിൽക്കി സ്മെല്ലാണ്. മുസ്കാനിൽ വരുന്നത് വേറെ ലെവൽ സാധനം. ട്രൈ ചെയ്ത് നോക്കി, ഏതായാലും ഡിസപ്പോയിന്റഡ് ആവില്ല. മറിയതിനെക്കാട്ടിയും അത്യാവശ്യം നല്ല ലാസ്റ്റിംഗ് കിട്ടുന്നുണ്ട്. ഇത് നിങ്ങൾ GCCയിലൊക്കെ കുളിച്ച് കഴിഞ്ഞ ശേഷം നെക്കിലൊക്കെ അപ്ലൈ ചെയ്യുക, എന്നിട്ട് ക്ലോത്തും കാര്യങ്ങളൊക്കെ ഇട്ട് നിങ്ങൾ ഓഫീസിലൊക്കെ പോയി തിരിച്ചു വന്ന് നിങ്ങൾ ക്ലോത്ത് ചേഞ്ച് ചെയ്യുന്ന സമയത്തും ഈ ഒരു സ്മെല്ല് GCCയിൽ ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ മെയിനായിട്ട് ചെയ്യുന്നത് ഹോൾസെയിലാണ്. ആർക്കെങ്കിലും ബൾക്കായിട്ട് ഹോൾസെയിൽ വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത് നമ്മളെ കോൺടാക്ട് ചെയ്തോളി, അവർ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും. ഇനി നാട്ടിലോട്ട് ആർക്കെങ്കിലും ഹോൾസെയിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനെ അവരെ കോൺടാക്ട് ചെയ്തോളി. പിന്നെ പെർഫ്യൂമൊക്കെ ആർക്കെങ്കിലും മാനുഫാക്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതുപോലെ പ്രൈവറ്റ് ലാബിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. ഏതായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ സാധനം നിങ്ങൾ ഓർഡർ ചെയ്തോളി. ഓൾ ഓവർ UAE അവരുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്തിടും.